ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന ചിന്തയ്ക്കായി ഒരിക്കൽ കൂടി നമുക്ക് ഒത്തുചേരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നതിനെക്കുറിച്ചും ബലഹീനതയിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവം നമ്മുടെ ബലഹീനതയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ വീണ്ടും ഏറെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്കൊക്കെയുള്ള ഒരു സ്വാഭാവിക പ്രവണത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നതിന് പകരം നമ്മുടെ തന്നെ ശക്തിയിലും പരിജ്ഞാനത്തിലും നമ്മുടെ സാധ്യതകളിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ അത് ദൈവിക പരിപാടിക്ക് അതൊരു തടസ്സമായിട്ട് വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ നമുക്ക് ഇബ്രാഹാമിൻ്റെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം അബ്രാഹാമിനെ വിളിച്ച് ദൈവിക പരിപാടിക്കായിട്ട് വിളിച്ച് വേർതിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇബ്രാഹാമിനോട് പറഞ്ഞു, നിന്നെ ദേശത്തെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. അബ്രാഹാമിന് 75 വയസ്സുള്ളപ്പോഴാണ് ദൈവം ഈ ഒരു കൽപ്പന അബ്രാഹാമിന് കൊടുക്കുന്നത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് എബ്രാഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തു. 75 വയസ്സായപ്പോഴാണ് ദൈവം ഈ ഒരു എബ്രാഹാമുമായിട്ടുള്ള ഈ ഒരു സംസാരം നടക്കുന്നത്. എന്നാൽ 85 വയസ്സുവരെ എബ്രാഹാം 10 വർഷം നീണ്ടു നിന്നിട്ടും 10 വർഷത്തെ ജീവിതത്തിനിടയിൽ ദൈവം ഒരു വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സന്തതിയെ കൊടുത്തില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഒരു സന്തതിയെ ഈ 10 വർഷമായിട്ടും കൊടുക്കാതിരുന്നത്? അവർ അങ്ങനെ പ്രായമൊക്കെ അധികരിച്ച് പോരുകയാണ്. അപ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവർക്ക് തന്നെ ഒരു ഭയം ആയി കാണും. പുത്രോത്പാദനത്തിനുള്ള ശക്തി ക്ഷയിച്ചു പോയാൽ പിന്നെ എങ്ങനെ ഒരു ജാതിയായി എനിക്ക് തീരുവാനായിട്ട് സാധിക്കും? എന്നിലൂടെ ഒരു ജാതി പുറപ്പെട്ടു വരും എന്നുള്ളതായ ഒരു ഭയമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അവർ ആലോചിച്ച് ഒരുപക്ഷെ സാറായുടെ ബുദ്ധിയിൽ തെളിഞ്ഞതായിട്ടുള്ളൊരു കാര്യമാണ് തൻ്റെ ദാസിയായ ഹാഗാറിനെ ഒരു ഭാര്യയായി എബ്രാഹാമിന് കൊടുക്കാം. തൻ്റെ പുത്രോത്പാദന ശക്തി ഏകദേശം ക്ഷയിച്ചു എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള സാറ അങ്ങനെ ചെയ്തിരിക്കാനായിട്ടാണ് സാധ്യത. അങ്ങനെയെങ്കിലും ഒരു ദൈവിക പരിപാടിക്ക് ഒരു താങ്ങലായിട്ട് അങ്ങനെ തീരാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം അതുതന്നെ ആയിരിക്കും, എന്നിലൂടെ ആയിരിക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത സാറായിക്ക് വന്നതിൻ്റെ ഫലമായിട്ടായിരിക്കണം അങ്ങനെ തൻ്റെ ദാസിയെ എബ്രാഹാമിൻ്റെ അടുക്കൽ കൊടുക്കുകയും ദാസിയിലൂടെ ഒരു പുത്രന് വേണ്ടി അവർ പ്ലാൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ നമുക്കറിയാം ദൈവിക പരിപാടി അതായിരുന്നില്ല. വീണ്ടും എബ്രാഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈ ദാസിയിലൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് ഒരു ദൈവിക പരിപാടി അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെയും ഒക്കെ പിന്നീട് പുറത്താക്കി കളയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ വീണ്ടും ദൈവം എബ്രഹാമിനും സാറായിക്കും പ്രത്യക്ഷപ്പെടുന്നു.
നിന്നിൽ നിന്ന് സാറായിൽ നിന്ന് തന്നെ ഉളവാകുന്നതായിട്ടുള്ള ഒരു വ്യക്തി, ഒരു കുഞ്ഞ് ആണ് ദൈവിക പരിപാടി എന്നുള്ളത് അവർക്ക് വീണ്ടും ഉറപ്പിച്ചു കൊടുക്കുന്നത് തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 15, 16, 17 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാവർക്കും അതറിയാവുന്നതാണ്. പിന്നെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് തൻ്റെ 99-ാമത്തെ വയസ്സിലാണ്. അന്ന് സാറയ്ക്ക് 89 വയസ്സുണ്ട്. അപ്പോൾ സാറയിൽ നിന്നൊരു കുഞ്ഞുണ്ടാകും എന്ന് വീണ്ടും ദൈവം എബ്രഹാമിനോട് പറഞ്ഞു. സാറ അത് കേട്ട് ചിരിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. കാരണം സാറയ്ക്ക് പുത്രോത്പാദനത്തിനുള്ള ശക്തി നിന്നുപോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം സാറയ്ക്കറിയാമായിരുന്നു. അപ്പോൾ എന്തോ ഒരു തമാശ ദൈവം പറയുന്നു എന്നുള്ളതിനപ്പുറം യാതൊരു വക പ്രതീക്ഷയും അവർക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അടുത്ത വർഷം ഒരു കുഞ്ഞുണ്ടാകും എന്ന് ദൈവം തീർത്തു പറയുകയും അങ്ങനെ അവർക്ക് ആ കുഞ്ഞുണ്ടായി എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇസ്ഹാക്കിന് 100-ാമത്തെ വയസ്സിൽ ഒരു ജന്മം കൊടുക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞത്. അപ്പോൾ മനുഷ്യൻ്റേതായിട്ടുള്ള ശക്തിയും സാധ്യതകളും അവസാനിച്ചിടത്താണ് ദൈവത്തിൻ്റേതായിട്ടുള്ള പരിപാടികൾ ആരംഭിച്ചത് എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. മനുഷ്യൻ്റേതായിട്ടുള്ള പരിപാടികൾ അവസാനിക്കുന്നിടത്ത്. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മുടേതായിട്ടുള്ള സാധ്യതകൾ പലപ്പോഴും ദൈവം ഉപയോഗിക്കാം. അത് നാം ദൈവത്തിന് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തതായിട്ടുള്ള ഒരവസ്ഥയിലാണ് എങ്കിൽ. എന്നാൽ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള സാധ്യതകളെ നമ്മുടെ കഴിവുകളായും പ്രാപ്തിയായും നാം കരുതുകയും ഒക്കെ ചെയ്താൽ പിന്നെ ദൈവം അത് ദൈവിക പരിപാടിക്കായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്കറിയാം. കാരണം ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്യന്തികമായിട്ടുള്ള മഹത്വം വരേണ്ടത് ദൈവത്തിനാണ്. എന്നാൽ നമ്മുടേതായിട്ടുള്ള കഴിവുകൾ, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്തതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള കഴിവുകളോ എന്ത് സാധ്യതകളാണെങ്കിലും, ഒരുപക്ഷെ അത് നമ്മുടെ പരിജ്ഞാനമായിരിക്കാം, നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം, നമ്മുടെ ആരോഗ്യമായിരിക്കാം, നമ്മുടെ സമ്പത്തായിരിക്കാം, അങ്ങനെ നമ്മുടേതായിട്ടുള്ള എന്തും ദൈവത്തിന് പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കാത്തതാണ് എങ്കിൽ അത് ഉപയോഗിക്കുവാനായിട്ട് ദൈവത്തിനൊരിക്കലും സാധിക്കുകയില്ല, ദൈവം അതിൽ സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മളിലുള്ള ഒന്നും അല്ല യഥാർത്ഥത്തിൽ ദൈവത്തിന് ആവശ്യം, നമ്മളെയാണ് ദൈവത്തിന് ആവശ്യം. നമുക്ക് പലതും ദൈവത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും, പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മെ ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മെ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മളുടെ എല്ലാം ദൈവത്തിൻ്റെ സ്വന്തമാകുകയാണ് ചെയ്യുന്നത്. ഇവിടെ എബ്രഹാമിന് ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ഒരു വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞ സമയത്ത് അവർക്കൊരു കുഞ്ഞുണ്ടാകാനായിട്ടുള്ള എല്ലാ ശാരീരികമായിട്ടുള്ള അവസ്ഥകളും ഉണ്ടായിരുന്നു. അവിടെ ദൈവം ഒരു കുഞ്ഞിനെ നൽകുമെന്ന് പറയുമ്പോൾ അതൊരു ദൈവീക പരിപാടിയിൽ നിന്ന് ഉളവായതല്ല, അത് അവരുടെ കഴിവിൽ നിന്ന് ഉൽപ്പാദിതമായതാണ് എന്നുള്ളതായ ഒരു അവസ്ഥയാണ് വരുന്നത്. പ്രത്യേകിച്ച് എബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന് ആണല്ലോ നമ്മൾ വായിക്കുന്നത്. വിശ്വാസികളുടെ പിതാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള വ്യക്തി അവരുടെ സ്വന്തം ശക്തിയിൽ നിന്നുളവായതായ അല്ലെങ്കിൽ സ്വന്തം സാധ്യതകളിൽ നിന്നുളവായതായ ഒരു മകനിൽ നിന്നല്ല, സന്തതിയിൽ നിന്നല്ല, മറിച്ച് ദൈവിക ശക്തിയിൽ നിന്നുളവാകുന്നതായിട്ടുള്ള ഒരു സന്തതിയെ ആണ് നോക്കിയിരിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതിനിടയ്ക്ക് ജഡികമായിട്ടുള്ള താല്പര്യങ്ങളും ആലോചനകളും കയറി വന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരബദ്ധമായി പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ തിക്തഫലം ഇന്നും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടേതായിട്ടുള്ള പരിപാടികൾ ദൈവത്തിൻ്റെ പരിപാടികളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുവാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. നമുക്കറിയാമല്ലോ,
ദൈവം പരിച്ഛേദന എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ചടങ്ങ്, ഒരു ആചാരം യഹൂദന്മാർക്ക് എബ്രഹാമിന് കൽപ്പിച്ചു കൊടുത്തത് ആ ഒരു സംഭവത്തിന് ശേഷമാണ്. അതായത് ദാസിയിൽ ഒരു കുഞ്ഞ് ഉണ്ടായതിന് ശേഷമാണ് ഒരു പരിച്ഛേദന എന്ന് പറയുന്നതായിട്ടൊരു ചടങ്ങ് ദൈവം ഏൽപ്പിച്ചത്. പരിച്ഛേദന എന്ന് പറയുന്നത് ജഡത്തിൽ ആശ്രയിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ശരീരത്തിലുള്ള ഒരു ലക്ഷണം എന്നുള്ള നിലയിലാണ് ആ ഒരു ചടങ്ങ് ദൈവം ഏൽപ്പിച്ചത്. അത് പുതിയ നിയമത്തിൽ നാം ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതിനും അതുപോലെ തന്നെ ജഡത്തിൽ ആശ്രയിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളവുമായിട്ടാണ് അതിരിക്കുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്ന നാമല്ലോ പരിച്ഛേദനക്കാർ. അവിടെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്ന, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന നാമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജഡത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാണ് എബ്രഹാമിന് വന്നതായിട്ടുള്ള തെറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അത് ആശ്രയിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് പരിച്ഛേദന കൊടുത്തത്. പുതിയ നിയമത്തിൽ നമുക്കും ജഡത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഒരു അനുവാദവും ദൈവം നൽകുന്നില്ല. നാം ഹൃദയപരിച്ഛേദന ഏറ്റവരാണ് എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്ന ആലോചനകൾ സ്വീകരിക്കാതെ ആത്മാവിൽ നിന്ന് വരുന്ന ആലോചനകൾക്കനുസരിച്ച് ആത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടണം എന്നുള്ളതായ ഒരവസ്ഥയാണ് പുതിയ നിയമത്തിലുമുള്ളത്. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. നാം ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നാം ഒരു വിശ്വാസി ജീവിക്കേണ്ടുന്ന ജീവിത ശൈലിയിലല്ല, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ജീവിത വഴിയിലല്ല നാം ജീവിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എബ്രഹാമിൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് ഒരു പുത്രനെ ദൈവം കൊടുത്ത് അങ്ങനെ ദൈവിക പരിപാടി മുമ്പോട്ട് പോയതെന്ന് നമുക്കറിയാമല്ലോ. അതിനുശേഷവും എബ്രഹാമിന് അങ്ങനെ ഒരു സന്തതി തൻ്റെ വാർദ്ധക്യത്തിൽ ജനിച്ചു. എബ്രഹാമിൻ്റെ മനസ്സ് യഥാർത്ഥത്തിൽ ആ സന്തതിയോട് ഏറെ പറ്റി നിന്നു, ഏറെ സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എബ്രഹാമിന് പറ്റിയതായിട്ടുള്ള ഒരു തെറ്റിനെ ദൈവം കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതൊരു തെറ്റായിട്ടൊന്നും അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ സന്ദർഭത്തിൽ നിന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 22-ാം അധ്യായത്തിൽ അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്നരുളി ചെയ്തു. അപ്പം എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ തൻ്റെ മകനെ, ഏകജാതനായ മകനെ, അവിടെ ഏകജാതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് അവിടെ ഇസ്മായേലാണ് ആദ്യം ഉണ്ടായതെങ്കിലും ആ ഇസ്മായേലിനെ ദൈവം എബ്രഹാമിൻ്റെ ഒരു സന്തതി അല്ലെങ്കിൽ ദൈവിക പരിപാടിയിലുള്ളൊരു സന്തതി എന്ന് അവിടെ പരിഗണിക്കുന്നില്ല. ഇസ്ഹാക്കിനെയാണ് അങ്ങനെ പരിഗണിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നിൻ്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് നിന്ന് അവിടെ അവനെ ഒരു ഹോമയാഗം കഴിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് പലപ്പോഴും പലരും പറയാറുള്ളത് ദൈവം അവനതങ്ങനെ അനുസരിക്കുമോ എന്നുള്ളത് പരീക്ഷിച്ച് ചെയ്തതാണ് എന്നാണ്. എന്നാൽ അതങ്ങനെയല്ല. അങ്ങനെ ദൈവത്തിന്, സർവജ്ഞാനിയായ ദൈവത്തിന് എബ്രഹാം എന്ത് ചെയ്യും എന്ത് ചെയ്യുകയില്ല എന്നുള്ളതൊക്കെ മുൻകൂട്ടി അറിയുവാനായിട്ട് കഴിയുമല്ലോ. അപ്പോൾ പരീക്ഷിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അറിവ് കുറവിൻ്റെ ഒരു പരീക്ഷണം എന്നുള്ള നിലയിലല്ല, മറിച്ച് വായിക്കുന്നതായിട്ടുള്ള നമുക്കും ഒക്കെ അതിന് പല പ്രായോഗികമായിട്ടുള്ള ആപ്ലിക്കേഷൻസും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ 2-ാമത്തെ വാക്യത്തിൽ നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ, അവിടെ നീ സ്നേഹിക്കുന്ന എന്ന് പറഞ്ഞ വാക്കിന് വളരെയേറെ പ്രസക്തിയുണ്ട്. നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന, നമുക്കറിയാം മാതാപിതാക്കന്മാർ സ്വമേധയാ സ്വാഭാവികമായി അവർ മക്കളെ സ്നേഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് എബ്രഹാമിന് തൻ്റെ വാർദ്ധക്യത്തിൽ ജനിച്ചതായിട്ടുള്ള ഒരേ ഒരു മകനായിരിക്കുന്ന, സാറയിൽ ലഭിച്ചതായ ഒരേ ഒരു മകനായിരിക്കുന്ന
ഇസഹാക്കിനെ സ്നേഹിക്കുന്നില്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. സ്നേഹിക്കാതിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. എന്നാൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഏബ്രഹാമിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഇസഹാക്കിനോട് ആയിപ്പോയി. ദൈവത്തോടുള്ള സ്നേഹത്തേക്കാൾ അധികമായി ഇസഹാക്കിനെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയോ എന്നുള്ളത് നമുക്ക് അവിടെ ചിന്തിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ, നമുക്കറിയാം വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന ഏബ്രഹാം, അതല്ലെങ്കിൽ ഇന്ന് വിശ്വാസികളായിരിക്കുന്ന നാം എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ഇടയിൽ ഈ ലോകത്തിലെ ഒരു ബന്ധങ്ങളും വരുവാനായിട്ട് പാടില്ല. ഒരുപക്ഷെ ഏബ്രഹാമിന് ഇസഹാക്കിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഇടയിൽ വന്നു കാണും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ എന്ന് അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്തായാലും അങ്ങനെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ തന്നെയും ദൈവകൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ഇസ്ഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് ഏബ്രഹാം തുനിഞ്ഞപ്പോൾ ഏബ്രഹാം തൻ്റെ സ്നേഹം, തൻ്റെ അനുസരണം ദൈവത്തോടാണ് വേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി അതിന് വിധേയപ്പെട്ടു. ദൈവത്തെ ഏറെ സ്നേഹിച്ചു. അതിൻ്റേതായിട്ടുള്ള അനുസരണവും താനോട് കാണിക്കാനായിട്ട് തുനിഞ്ഞു എന്ന് നമുക്കറിയാം. അതോടുകൂടി ദൈവം ഒരു യാഗം കഴിച്ചതായിട്ട് തന്നെയാണ് സ്വീകരിച്ചത് എന്നുള്ളത് അവിടെയും അതുപോലെ തന്നെ പുതിയ നിയമത്തിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവിക പരിപാടിയിൽ നാം നിലനിൽക്കുമ്പോൾ നാം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഇടയിൽ ഈ ലോകത്തിൽ ഒന്നും വരുവാനായിട്ട് പാടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് നാം ബലഹീനനായിത്തീരുന്നത്. ഈ ലോകത്തിൽ ഒന്നിനെയും സ്നേഹിക്കാതെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് ദൈവം നമ്മിൽ നിന്ന് താല്പര്യപ്പെടുന്നതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ ഭർത്താവിനെയോ സഹോദരന്മാരെയോ സ്വന്തം ജീവനെ പോലുമോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന്. സ്വന്തം ജീവനെ പോലും സ്നേഹിക്കുവാനായിട്ട് നമുക്ക്, കർത്താവിനേക്കാൾ അധികമായി സ്നേഹിക്കുവാനായിട്ട് നമുക്ക് അനുവാദമില്ല എന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മിൽ പ്രസാദമുണ്ടാകുകയില്ല. നമ്മെ എല്ലാം കളഞ്ഞ് സ്നേഹിച്ച കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നാം സ്നേഹിക്കണമെന്നുള്ളതാണ് നമുക്ക് ഉള്ളതായ കൽപ്പന എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യം വചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയതായിട്ടുള്ള ദൈവമക്കൾ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് തങ്ങളുടെ പ്രാണനെ കൂടിയും ത്യജിക്കാത്ത ഒരാൾക്കും എൻ്റെ പിന്നാലെ വരുവാനായിട്ട് കഴിയുകയില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനതയിലാണ് യഥാർത്ഥത്തിൽ നാം ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ദൈവിക പരിപാടിയുടെ ഒരു ഭാഗമായി തീരുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. നമ്മുടെ ശക്തിയിലും നമ്മുടെ സാധ്യതകളിലും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മളുടെ ചിന്തിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്തേക്ക് നമുക്ക് വരാം. 12-ാം അധ്യായത്തിൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിച്ചത്. 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ മൂഢനായിപ്പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോൾ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു, കാരണം ദൈവിക ശക്തിയാണ് എന്നിൽ വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുകയാണ്, ഞാൻ മൂഢനായിപ്പോയി. അപ്പോൾ തൻ്റെ അപ്പസ്തോലത്വത്തെ തെളിയിക്കുന്നതിനും ദൈവം തന്നിലൂടെ വെളിപ്പെടുത്തിയതായിട്ടുള്ള
ദൈവിക വെളിപ്പാടുകളെ അവരെ സ്വീകരിക്കുന്നതിനും വേണ്ടി, അതിനെ സ്ഥാപിക്കുന്നതിനും വേണ്ടി ഒരല്പം പ്രശംസ പൗലോസ് അപ്പോസ്തലൻ നടത്തി. ഇതിനു മുമ്പുള്ള വാക്യങ്ങൾ നമ്മളത് കണ്ടു. അതിനുശേഷം വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ മൂഢനായിപ്പോയി. എന്തുകൊണ്ടാണ് ഞാൻ മൂഢനായിപ്പോയി എന്നവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ഇത്രയും പ്രശംസിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ കാരണമായതുപോലും ഞാനൊരു മൂഢനായി പോയതിന് തുല്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ നമ്മളുടെ അനേക കാര്യങ്ങളെക്കുറിച്ച് പ്രശംസിക്കുന്നവരാണ്. പലപ്പോഴും ഉള്ള കാര്യം പോലുമല്ല, ഇല്ലാത്തതോ അല്ലെങ്കിൽ ഉള്ളതിനെ പെരുപ്പിച്ചോ ഒക്കെ നാം നമ്മെക്കുറിച്ച് പ്രശംസിക്കും. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വാക്കാലൊന്നും പ്രശംസിച്ചില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ മനോഭാവങ്ങളും ഒക്കെ അങ്ങനെ പ്രശംസിക്കുന്നതായിട്ടൊരു മനോഭാവമാണ്. മറ്റുള്ളവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നത് യഥാർത്ഥത്തിൽ അതൊരു നമ്മെക്കുറിച്ചുള്ളൊരു പ്രശംസയാണ്. അതുപോലും ഒരു ദൈവ പൈതലിൽ നിന്നുണ്ടാകുവാനായിട്ട് സാധ്യമല്ല, അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നതും, അല്ലെങ്കിൽ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നതുമൊക്കെ. മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം നമ്മുടെ ഒരു കാര്യത്തെക്കുറിച്ചും പ്രശംസിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് സാധിക്കില്ല. എന്നാൽ പൊതുവിൽ എല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ നമ്മളുമായിട്ട് താരതമ്യം ചെയ്ത് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ ഞാനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവമാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ യഥാർത്ഥത്തിൽ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഒരു പ്രശംസയുടെ അംശം പോലും തന്നിൽ ഉണ്ടാകുവാനായിട്ട് താൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ മൂഢനായിപ്പോയി എന്ന് പറയുന്നത്. നിങ്ങളെന്നെ നിർബന്ധിച്ചു. അതായത് പൗലോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം, കൊരിന്ത്യ സഭയിൽ നിന്നും പോയതിന് ശേഷം, അവിടെ ആ സഭയിൽ കയറിക്കൂടിയതായിട്ടുള്ള പല ആളുകളും പൗലോസ് അപ്പോസ്തലൻ്റെ ഉപദേശങ്ങളെ നിരസിക്കുകയും പൗലോസ് അപ്പോസ്തലൻ്റെ അപ്പസ്തോലത്വത്തെ തന്നെ നിഷേധിക്കുകയും വിശ്വാസികളെ വ്യത്യസ്തമായിട്ടുള്ള സുവിശേഷത്തിലേക്കും ആത്മാവിലേക്കും ക്രിസ്തുവിലേക്കും നയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായതായിട്ടുള്ള ഒരു ദോഷത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ പ്രശംസിക്കേണ്ടതായിട്ട് വന്നത്. നിങ്ങളെന്നെ നിർബന്ധിച്ചു, നിങ്ങളെന്നെ ആയിരുന്നു. അതായത് കൊരിന്തിലെ വിശ്വാസികൾ തന്നെ പൗലോസ് അപ്പോസ്തലനെ മനസ്സിലാക്കുകയും പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയെ മനസ്സിലാക്കുകയും അതിനെ അംഗീകരിക്കുകയും അതിനെതിരായിട്ട് കൊണ്ടുവന്നതായിട്ടുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അല്ലെങ്കിൽ അതിനെതിരായിട്ട് വന്നതായിട്ടുള്ള ഉപദേശങ്ങളെയും തള്ളിക്കളയേണ്ടതായിരുന്നു. അത് അവിടുത്തെ സഭയുടെ ഒരു ഉത്തരവാദിത്തമായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അത് ചെയ്തില്ല. ഇന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ദൈവമക്കളായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു സഭയിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ അവർ ദൈവവചനത്തെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടും അല്ലെങ്കിൽ അതങ്ങനെ പഠിക്കുവാനായിട്ട് കാര്യമായിട്ടുള്ള ശ്രമം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇന്ന് പൊതുവിൽ ആളുകൾക്ക് സഭയിൽ പോകണം, മീറ്റിങ്ങിന് പോകണം, അവിടെയുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുക, പോരുക, അതിൽ മാത്രം തൃപ്തി അടഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ലോകത്ത് ക്രിസ്തീയ സഭകളെല്ലാം ആയിരിക്കുന്നത്. അതല്ലാതെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക എന്ന് പറയുന്നതായിട്ടുള്ളൊരാഗ്രഹം, താല്പര്യം ഇന്ന് നല്ലൊരു ശതമാനം ആളുകൾക്കും ഇല്ല. കാരണം അങ്ങനെയൊക്കെ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനങ്ങൾ ആവശ്യമാണ്. പലപ്പോഴും ഏത് ദുരുപദേശം പറയുന്നതായിട്ടുള്ള ആളുകളുടെ ഉപദേശങ്ങൾ കേട്ടാലും അതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു കലക്കമാണ് ഇന്ന് നല്ലൊരു ശതമാനം വിശ്വാസികളുടെ ഉള്ളിലുമുള്ളത്. അങ്ങനെ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുലയുന്ന ആളുകൾ പോലെയാണ്. അതുകൊണ്ട് ഈ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനായിട്ട് ആളുകൾക്ക് സാധിക്കുന്നില്ല. അത് സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുഖവിലയ്ക്കെടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ തന്നെ ത്യജിച്ച് ക്രൂശ് എടുത്ത് നമ്മളുടെ പ്രാണനെ സ്നേഹിക്കാതെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് അതിനുള്ളൊരു താല്പര്യമുണ്ടാകും, വചനത്തോടുള്ള സ്നേഹമുണ്ടാകും, അതനുസരിക്കുവാനായിട്ടുള്ള താല്പര്യമുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ദൈവാത്മാവ് തെളിയിച്ചു കൊടുക്കുന്നത്. എന്നാൽ എന്ത് കേട്ടാലും പലപ്പോഴും നമ്മൾ അതിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം
നമ്മളിൽ ദൈവജനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങൾ രൂപപ്പെട്ടിട്ടുമില്ല. നമ്മൾ അങ്ങനെ എന്ത് കേട്ടാലും അത് ശരിയാണല്ലോ, അങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇവിടെയും കൊരിന്തിലെ വിശ്വാസികൾക്ക് അതേ അവസ്ഥയുണ്ടായിരുന്നു. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം വായിച്ചപ്പോൾ അവർ ക്രിസ്തുവിൽ ശിശുക്കളാണ്, അവർ ജഡികന്മാരാണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ജ്ഞാനിയായ ആരുമില്ലയോ, നിങ്ങളുടെ ഇടയിൽ ആരുമില്ലയോ, നിങ്ങൾ വ്യവഹാരത്തിന് മറ്റുള്ളവരുടെ അടുക്കൽ പോകുന്നു എന്നുള്ളതൊക്കെ അവിടെ പൗലോസ് അപ്പോസ്തലൻ അവരോട് ഒരു ശാസനയായിട്ടും ഒരു ദുഃഖമായിട്ടും ഒക്കെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കി അതിൻ്റെ ശരിതെറ്റുകളെ മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു പ്രാപ്തി നമുക്ക് ആവശ്യമാണ്. ആരെന്ത് പറഞ്ഞാലും അതിലെല്ലാം ആമേൻ പറഞ്ഞ് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച പ്രാപിക്കുവാനോ ദൈവരാജ്യത്തിന് അവർക്ക് പ്രയോജനമായി തീരുവാനായിട്ടോ സാധിക്കുകയില്ല. നാം കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാനായിട്ടുള്ള താല്പര്യവും അതിനുള്ള മനസ്സും അതിനുള്ള അധ്വാനവും നമുക്ക് ആവശ്യമാണ്. ദൈവം നമുക്കൊരു ദിവസം 24 മണിക്കൂർ തന്നിട്ടുണ്ട്. നമ്മൾ പല ജോലികൾ ചെയ്യുന്നവരാണ്. നമ്മൾ മൊബൈലിന് മുമ്പിലും TV-യുടെ മുമ്പിലും ഒക്കെ ധാരാളം സമയം കളയുന്നവരാണ്. എന്നാൽ ദൈവവചനത്തിൻ്റെ പഠനത്തിന് വേണ്ടി, ഗൗരവമായിട്ടുള്ള പഠനത്തിന് വേണ്ടി, അത് കേവലം പഠിച്ച് ജ്ഞാനം സമ്പാദിക്കുക എന്നുള്ള നിലയിലല്ല, ദൈവത്തിന് നമ്മോടുള്ളതായിട്ടുള്ള ആലോചനകൾ അത് കേൾക്കുകയും അതനുസരിക്കുന്നതിനും വേണ്ടി ദൈവസന്നിധിയിലിരുന്ന് പഠിക്കാനായിട്ടുള്ള താല്പര്യം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു, ഞാൻ ഏതുമില്ല എങ്കിലും. പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിലൊട്ടും കുറഞ്ഞവനല്ല. അവിടെയും ഞാൻ അതിശ്രേഷ്ഠമായ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ ഏതുമില്ല എന്നാണ്. അപ്പോൾ പ്രശംസയുടേതായിട്ടുള്ളൊരു കണിക പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ളതായ ഒരു നിർബന്ധ ബുദ്ധിയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാനത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ നമ്മളൊക്കെ എത്രത്തോളം ഇനിയും ഈ മേഖലകളിൽ വളരുവാനായിട്ടുണ്ട് എന്ന് ഞാനങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശംസയ്ക്കായിട്ട് പല കാര്യങ്ങളുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കാര്യത്തിലും പ്രശംസിക്കുവാനായിട്ട് നമുക്കില്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഞാൻ ഏറെ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല എന്നോട് കൂടിയുള്ള ദൈവകൃപയത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മളോട് കൂടിയുള്ള ദൈവകൃപയാണ് യഥാർത്ഥത്തിൽ നമ്മെ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ നടത്തേണ്ടത്. അപ്പോൾ അങ്ങനെ നാം നടക്കുമ്പോൾ നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതിനൊന്നും യാതൊരു വക പ്രശംസയ്ക്കും നമുക്ക് അവകാശമില്ല. നമുക്കുള്ളതോ അല്ലെങ്കിൽ നമ്മുടേതോ നമുക്കുള്ളതോ എന്ന് പറയുവാനായിട്ട് യഥാർത്ഥത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രശംസിക്കുക എന്ന് പറയുന്നത് ഒന്നുമില്ല. നമുക്ക് പ്രശംസിക്കുവാനായിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലാണ്. നാമും ഒരു ക്രൂശും എടുത്തുകൊണ്ടാണ് കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പോൾ ആ ക്രൂശിൽ മാത്രമാണ് നമുക്ക് പ്രശംസിക്കുവാനായിട്ടുള്ളത്. 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും. ഒരു അപ്പോസ്തലത്വത്തിൻ്റെ തെളിവായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. ആ 12 അപ്പോസ്തലന്മാരും ഈ നിലയിൽ അവരുടെ അപ്പോസ്തലത്വത്തിൻ്റെ ലക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലനെയും കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലും വെളിപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും പൗലോസ് അപ്പോസ്തലൻ പ്രശംസിക്കുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഒരു മൂഢനായിപ്പോയി എന്നുള്ള നിലയിലാണ് പ്രശംസയെക്കുറിച്ച് താൻ അല്പമായി യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ പോലും ഞാനൊരു മൂഢനായിപ്പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിന് വേണ്ടിയും എന്നിലൂടെ ദൈവം സംസാരിച്ചതൊക്കെയും അത് ദൈവാത്മാവാണ് എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയും ഞാൻ സംസാരിച്ചു, ഞാൻ മൂഢനായിപ്പോയി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ബലഹീനതയിലാണ്, നമ്മുടെ കഴിവുകേടിലാണ് ദൈവം
നമ്മളെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുവാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഒന്നുമല്ല, നമ്മളിൽ ഒന്നുമില്ല എന്നുള്ള ആ ഒരു ബോധ്യം നമ്മളിൽ ഭരിക്കണം. അതാവശ്യമാണ്. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ നാം ദൈവത്തെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഇടയിൽ മറ്റൊരാൾക്കും വരുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള വസ്തുവകകളോ അല്ലെങ്കിൽ ആളുകളോ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മറ്റാളുകളോ വസ്തുവകകളോ നമ്മളുടെ പ്രാണൻ പോലുമോ വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കണമെന്നും നമ്മൾ 5-ാം അധ്യായത്തിൽ, ഇതേ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചുവല്ലോ. നമ്മളെല്ലാവരും മരിച്ചുവെന്നും മരിച്ചവർക്ക് എന്ത് പ്രശംസയാണുള്ളത്, മരിച്ചവർക്ക് എന്ത് ആഗ്രഹമാണുള്ളത്, മരിച്ചവർക്ക് എന്ത് ലക്ഷ്യമാണുള്ളത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല. പ്രിയമുള്ളവർ, നമുക്കായിട്ട് ജീവിക്കാൻ നമുക്കൊരു അവകാശവുമില്ല. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടിയാണോ അതെയോ നമുക്ക് വേണ്ടിയാണോ? നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പരിശോധിക്കാം. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.